പാല അൽഫോൻസ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ബർസാറുമായ ഫാദർ ജോസ് ജോസഫ് പുലവേലിന്റെ ഭൗതിക ശരീരം കരൂർ തിരുഹൃദയ ദേവാലയത്തിലും അൽഫോൻസ കോളേജിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ വികാരനിർഭരമായ കാഴ്ചയാണ് ഷെക്കിന ന്യൂസിന് കാണാൻ സാധിച്ചത്. ജോസച്ചന്റെ അകാല നിര്യാണത്തിൽ ഹൃദയം തകർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും. കോളേജിലെ ഒരു ഉന്നത സ്ഥാനീയൻ എന്നതിനപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മനോഭാവമായിരുന്നു ജോസച്ചന്റേത് എന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഞങ്ങളിവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും വലിയൊരു നഷ്ടം തന്നെയാണ് ജോസച്ചന്റെ വിയോഗം. അച്ഛൻ്റെ ക്ലാസ് കൂടാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. ഞാൻ 2012 ജൂലൈ മുതൽ അച്ഛനോടൊപ്പം വർക്ക് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വ്യക്തി, അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു ഗ്രൂപ്പിന്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യത്തിൽ അതൊരിക്കലും ഒരു എക്സാജറേഷൻ ആയിരുന്നില്ല. അച്ഛൻ 2020 മുതൽ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ കൊളീഗായിരുന്നു. ഒരിക്കലും ഒരു വർക്ക് പ്രഷർ തരാത്ത ഒരു HOD, ഒരു ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിറ്റി നമ്മുടേതായിരിക്കണം എന്ന് പറയുന്ന ഒരു ആൾ, അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാൾ. കൂടെയുള്ളവരുടെ ഹാപ്പിനെസ്സാണ്, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഹാപ്പിനെസ്സാണ് നമ്മുടെ ലക്ഷ്യം എന്ന് എപ്പോഴും ഊന്നി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ. അതൊക്കെയായിരുന്നു അച്ഛന്. അതുപോലെ ഞങ്ങൾ അധ്യാപകർക്ക് മാത്രമല്ല, അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഒരുപാട് ഓർമ്മകൾ അച്ഛനെക്കുറിച്ചുണ്ട്. ആ ഓർമ്മകളെല്ലാം ഏത് ഘട്ടത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതായിരുന്നു. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കൂടെയുണ്ട് എന്നുള്ളൊരു വാക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് വരുമായിരുന്നു. ഞാൻ കൂടെയുണ്ട്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്ന്. ഇപ്പോൾ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ അഭാവത്തിലാണ്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുവാൻ അച്ഛനില്ല എന്നുള്ളൊരു വിചാരം ഞങ്ങളിലെല്ലാവരിലും, അധ്യാപകരിലും വിദ്യാർത്ഥികളിലും ഈ കോളേജിനും ഒരു ഭയം തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു അരക്ഷിതാവസ്ഥയാണ്. ഭയത്തിനേക്കാൾ കൂടുതൽ ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും കോളേജും വിദ്യാർത്ഥികളും കടന്നു പോകുന്നത്. ജോസച്ചൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല, അൽഫോൻസ കോളേജിൻ്റെ തന്നെ ഒരു ഹൃദയമായിരുന്നു. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഇന്നിവിടെ നിറച്ചിരിക്കുന്നത്. ഞങ്ങൾ 2ാം വർഷ വിദ്യാർത്ഥിനികളാണ് ഇംഗ്ലീഷ്. പക്ഷേ അച്ഛൻ്റെ ഇത് ക്ലാസ് ഇതുവരെ കൂടാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പക്ഷേ അച്ഛൻ ഇപ്പം പോകുന്ന കാണുമ്പോഴൊക്കെ വർത്താനം ഒക്കെ പറയുമായിരുന്നു. എപ്പോഴും അച്ഛൻ്റെ പുഞ്ചിരിയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ 3rd ഇയറിൽ കയറുമ്പം അച്ഛൻ്റെ ക്ലാസ് കൂടാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. അപ്പം അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. അപ്രതീക്ഷിതമായിരുന്നു അച്ഛൻ്റെ വിയോഗ വാർത്ത. ഇന്നലെ അത് കേട്ടപ്പോൾ മുതൽ വിദ്യാർത്ഥിനികൾ മാത്രമല്ല, മുഴുവൻ അൽഫോൻസ കോളേജ് തന്നെ നിശബ്ദതയിലാണ്ട് പോയ പോലെയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, പക്ഷെ ഒരു വർഷക്കാലം യൂണിയൻ മെമ്പർ ആയിരുന്നുകൊണ്ട് ഒരുപാട് അടുത്ത് പ്രവർത്തിക്കാൻ പറ്റി അച്ഛനോട്. ഏതൊരു ആവശ്യത്തിന് ചെന്നാലും ചിരിച്ചുകൊണ്ട് നമുക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ ചെയ്ത് തരാമെന്നല്ലാണ്ട് ഇതുവരെ ഒരു നോയും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തൊരാവശ്യത്തിലും ഞങ്ങൾ ഓടി ചെല്ലുന്ന അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ അച്ഛന് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഒപ്പം നിൽക്കുമായിരുന്നു എല്ലാ കാര്യത്തിനും. ഞങ്ങൾ പറഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ യൂണിയൻ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അച്ഛൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കലോത്സവ സമയത്തും അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലായ്പ്പോഴും അച്ഛൻ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇതുവരെ അച്ഛൻ ദേഷ്യപ്പെട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. വലിയൊരു നഷ്ടം തന്നെയാണ് അൽഫോൻസയെ സംബന്ധിച്ചും ഞങ്ങൾ ഓരോരുത്തർക്കും. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഞങ്ങളിവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും വലിയൊരു നഷ്ടം തന്നെയാണ് ജോസച്ചൻ്റെ വിയോഗം. ജോസച്ചനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കരൂർ തിരുഹൃദയ ദേവാലയത്തിലേക്കും അൽഫോൻസ കോളേജിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു അച്ഛൻ്റെ ശിഷ്യഗണം. ഷെക്കിന ന്യൂസ്, കോട്ടയം.